വാർഡ് പുനർനിർണയ തർക്കം സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി പുനർനിർണയം പാടില്ലെന്ന് മുസ്ലിം ലീഗ് കോടതി അറിയിച്ചു. വാർഡ് പുനർനിർണയവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് കേന്ദ്രവും സംസ്ഥാനവും ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരായ മുസ്ലിം ലീഗിന്റെ അപ്പീലിലാണ് സംസ്ഥാനവും കേന്ദ്രവും നിലപാട് അറിയിച്ചത്. ധനുസുമോദുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ധനുസുമോദ്, എന്താണ് വിവരം? ഇപ്പോൾ വാർഡ് പുനർനിർണയവുമായിട്ടുള്ള തർക്കം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പൽ കൗൺസിലർമാരും ചേർന്ന് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനകം തന്നെ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി വാർഡ് വിഭജനം രേഖാപരമായി നടത്തിയാൽ മാത്രം മതി. തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും എല്ലാം പൂർത്തിയായതിനു ശേഷം ഹൈക്കോടതി അനുമതി ലഭിച്ചതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പഞ്ചായത്ത് അംഗങ്ങളും സമർപ്പിച്ചിരിക്കുന്ന ഹർജികൾ പരിഗണിക്കരുത് എന്ന ആവശ്യമാണ് കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ ആവശ്യപ്പെടുന്നത്. പക്ഷേ മുസ്ലിം ലീഗിലെ അംഗങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം 2011 ഏറ്റവും ഒടുവിൽ ഇതിനകം തന്നെ നടത്തിയത്, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. അതിനുശേഷം പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വാർഡ് വിഭജനം നടത്തുകയും ചെയ്തിരുന്നു. 2021 വീണ്ടും ഇത്തരത്തിലുള്ള ജനസംഖ്യ കണക്കെടുപ്പ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്കെടുപ്പ് നടത്തിയിരുന്നില്ല. വീണ്ടും 2011 ജനസംഖ്യാ കണക്കെടുപ്പ് ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് 2025 പോലും ഇത്തരത്തിലുള്ള ഒരു പുനർനിർണയം നടത്താൻ പോകുന്നത്. ഇതൊരു കാരണവും ശരിയല്ല, ഇത് അഭികാമ്യമല്ല. അതുകൊണ്ട് ഈ നടപടികൾ തടയണം എന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും.